തേടുകയും നേടുകയും ചെയ്യുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ആരാണ് എൻ്റെ ഗുരുനാഥൻ എന്ന്. ഞാൻ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനിയാണ് എൻ്റെ ഗുരുനാഥൻ. അതാരാണ്? ആർക്കിമിഡീസും ഐൻസ്റ്റീനും ഐസക് ന്യൂട്ടണും ഒന്നുമല്ല എൻ്റെ കാഴ്ചപ്പാടിൽ ലോകത്തിലെ ഏറ്റവും വലിയ അറിവിൻ്റെ ഉടമ. അത് പഞ്ചതന്ത്രം കഥയിൽ വിഷ്ണു ശർമ്മൻ സൃഷ്ടിച്ച ഒരു 4 വയസ്സുകാരൻ കുട്ടിയാണ്. പണ്ട് ഒരു തെരുവിലൂടെ രാജാവ് നഗ്നനായി നടന്നപ്പോൾ മന്ത്രിമാരും പുങ്കവന്മാരും രാജഭൃത്യന്മാരും രാജാവിന്റെ വസ്ത്രം അതിഗംഭീരം, മഹത്തരം, വിശിഷ്ടം എന്ന് വിളിച്ച് ആസ്വദിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്തപ്പോൾ 4 വയസ്സുള്ള ഒരു കുട്ടി നാവു നീട്ടി പറഞ്ഞത്രേ, രാജാവ് നഗ്നനാണ്. അത് നിഷ്കളങ്കമായ നേരറിവിന്റെ ശക്തിയാണ്. രാജാവ് നഗ്നനാണെന്ന സത്യം രാജഭക്തന്മാർ നടുങ്ങുമാർ ഉച്ചത്തിൽ നാളെ പറയുവാൻ ഉണ്ണികളെ നിങ്ങളുടെ നാവിനുണ്ടാകട്ടെ ശക്തി എന്ന പ്രാർത്ഥനയോടെ ഞാൻ ആരംഭിക്കുന്നു. സ്നേഹാദരങ്ങളോടെ ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം, പവേർഡ് ബൈ സറാസ് കറി പൗഡർ. നമ്മുടെ നോബൽ ഗൈഡ്, ആദരണീയനായ എഴുത്തുകാരൻ, ചിന്തകൻ, ചലച്ചിത്ര പ്രവർത്തകൻ, സാംസ്കാരിക ഇടപെടലുകൾ ശക്തമായി നടത്തുന്ന ശ്രീ VK ജോസഫ്, നമസ്കാരം സർ. അതുപോലെ നമ്മുടെ IT ഗൈഡ് നിമി. ഹായ്. മലയാളിയുടെ ഹൃദയത്തിൽ ഇടം കൊണ്ട ആ കുട്ടി ആര്? ഈ പ്രൊഫൈൽ കാണാം. എല്ലാവർക്കും എന്നെ നമസ്കാരം. ഞാനിപ്പോൾ സ്റ്റേജിൽ കയറാൻ പോവാണ്. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ ഒരാളെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. പ്രതിഭകൾ മിക്കവാറും കണ്ടുപിടിക്കുമായിരിക്കും, പക്ഷെ ഞാൻ കണ്ടുപിടിക്കാൻ സമ്മതിക്കത്തില്ല. വെൽക്കം ടു ദ ഷോ ധനഞ്ജയ്. ധനഞ്ജയ് ഈ കസേരയിൽ ഇരിക്കണം, അശ്വമേധത്തിൽ ഏർപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അതിനു മുമ്പ് മത്സരത്തിന്റെ നിയമം അനുസരിച്ച് യാഗം പൂർത്തിയാക്കണം, എന്നിട്ട് യജ്ഞത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. യാഗം എന്ന് പറയുന്നത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ ആ ബൗളിൽ നിന്ന്, ആ സ്ഫടിക ഗോളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയം ധനഞ്ജയ് എടുക്കും. സെന്റേഴ്സ് ഓഫ് വർഷിപ്പ്. സെന്റേഴ്സ് ഓഫ് വർഷിപ്പ്. സെന്റേഴ്സ് ഓഫ് വർഷിപ്പ് അല്ലേ? ധനഞ്ജയ് അത് തിരികെ ഇട്ടു. ഞാൻ ഇനി പറയുന്ന സ്റ്റേറ്റ്മെന്റ്, വാചകം ശരിയോ തെറ്റോ, ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് മാത്രം ധനഞ്ജയ് പറഞ്ഞാൽ മതി. ഓക്കെ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ക്ഷേത്രമാണ്. ശരിയാണ്. Your answer is correct. And you have ₹1,000 from Mir Realtors. ഇനി അടുത്ത ബോൾ. ബോഡി. ബോഡി, ശരീരം. ഇത്തവണ ഞാനൊരു ചോദ്യം ചോദിക്കും, 2 ഉത്തരം തരും. അതിൽ ശരി ഉത്തരം ഏത് എന്ന് ധനഞ്ജയ് പറയാം. Agreed? Ready. ഐലറ്റ്സ് ഓഫ് ലാംഗർഹിൽ എവിടെയാണ്? ചോയ്സ് 1 പാൻക്രിയാസ്, ചോയ്സ് 2 കരൾ. പാൻക്രിയാസ്. Pancreas is the correct answer, Dhananjay. You have ₹2,500 from Mir Realtors. Congratulations. And move to the third bowl. ഓർഗനൈസേഷൻസ്. ഓർഗനൈസേഷൻസ്, സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ അല്ലേ? ഞാൻ ചോദിക്കുന്നത്, വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനും ശാസ്ത്രത്തിനും പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഓർഗനൈസേഷൻ ഏതാണ് എന്നാണ്. ഞാൻ 3 ഉത്തരങ്ങൾ തരും. അതിൽ ശരിയേതെന്ന് കണ്ടുപിടിക്കാം. 1 യുനെസ്കോ, 2 യുനിസെഫ്, 3 വേൾഡ് WHO. യുനെസ്കോ. യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. You have ₹5,000 from Mir Realtors. ഇനി ഒരു കടമ്പ കൂടി കഴിഞ്ഞാലാണ് ഈ ദിവസം ഇവിടെ ഇരിക്കാൻ കഴിയുന്നത്. ഓക്കെ, അതൊരു കാഴ്ച കടമ്പ. ഇതാരാണെന്ന് പറയും? പ്രേം നസീർ. പ്രേം നസീർ. ശരിയായ ഉത്തരമാണ് ധനഞ്ജയ്. പ്രേം നസീർ തന്നെയാണിത്. You have ₹10,000 from Mir Realtors. കുട്ടികൾക്ക് പഴയ തലമുറയിലെ കലാകാരന്മാരെ പരിചയമുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അനശ്വരനായ മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ നിത്യഹരിത നായകന്റെ ചിത്രം കാണിച്ചത്. ഓൾ ദി ബെസ്റ്റ്. ധനഞ്ജയ് യാഗം വിജയകരമായി പിന്നിട്ടു. ഈ ദിവസം ധനഞ്ജയ് യജ്ഞത്തിലേക്ക് പ്രവേശിക്കുമോ പിന്മാറുമോ അത് ധനഞ്ജയാണ് തീരുമാനിക്കുക. We'll see. Yes or no.
is the sign. Dhananjay, welcome back. Please walk in. ആകസ്മികമായി ലഭിച്ച വിഷയത്തെക്കുറിച്ച് ധനഞ്ജയ് ഒരു വ്യക്തിയെ വിചാരിക്കുന്നു, ആ വിഷയവുമായി ബന്ധപ്പെട്ട വ്യക്തി. ആ വ്യക്തിയുടെ പേര് ജൂറി അപ്രൂവ് ചെയ്താൽ അപ്പോൾ നമ്മൾ ആരംഭിക്കും ചിത്രശലഭ ചിറകുള്ള ആ മേഖല, യജ്ഞം. ധനഞ്ജയ്, ഡാഡി കൂൾ ആൻഡ് യു ആർ കൂൾ? സർ, ഈ മിടുക്കനായ കുട്ടി മനസ്സിലോർത്ത വ്യക്തിയുടെ പേര് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നു. ധനഞ്ജയ്ക്ക് ആവശ്യം വന്നാൽ ആ വ്യക്തിയെ കുറിച്ചുള്ള എന്റെ ചോദ്യങ്ങൾക്ക് എസ് ഓർ നോ പറയാൻ 6 തവണ വരെ സഹായിക്കാൻ കമ്പ്യൂട്ടർ തയ്യാറാണോ? തയ്യാറാണ്. പ്ലീസ്. ധനഞ്ജയ്, അശ്വമി ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കളിക്കാം. അതിനു മുമ്പ് പറയ്, പുതിയ പ്രോജക്റ്റുകൾ. ഇത് മമ്മൂട്ടി അങ്കിളുടെ ഒരു പുതിയ ഫിലിം വന്നു, ഫോട്ടോ അയച്ചു, പിന്നെ വിളിച്ചില്ല, വിളിക്കും. ലാസ്റ്റ് ചെയ്തത് ലോ പോയിന്റ് ലാസ്റ്റ് ചെയ്തു. ഇതുവരെ എത്ര സിനിമ ചെയ്തു? 24 മൂവീസ് at this age. Give him a big clap. ധനഞ്ജയ് അഭിനയിച്ച 24 സിനിമകളിൽ ധനഞ്ജയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണോ? ട്രിവാൻഡ്രം ലോഡ്ജ്, ഡാഡി കൂളും ട്രിവാൻഡ്രം ലോഡ്ജ്. എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടം ഡാഡി കൂള. ഞാൻ ഡാഡി കൂൾ എത്ര തവണ ടെലിവിഷനിൽ കാണിക്കുമ്പോഴും ഞാൻ ഇരുന്ന് കാണും. ഞാൻ മാത്രമല്ല, എൻ്റെ മോനും ഇരുന്ന് കാണാറുണ്ട്. അവരൊക്കെ, എൻ്റെ മോനൊക്കെ ധനഞ്ജയുടെ വലിയ ഫാനാണ്. ഒരു പാട്ട് പാടും. മോൻ ഇഷ്ടമുള്ള പാട്ട്. ഉയിരേ ഉയിരേ அந்த நெஞ்சோடு கலந்து விடு நினைவே நினைவே இந்த நெஞ்சோடு கலந்து விடு. ഞാൻ ധനഞ്ജയുടെ മുഖം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ധനഞ്ജയുടെ കണ്ണുകളിൽ ഒരു നല്ല തിളക്കമുണ്ട്. ധനഞ്ജയ്, വീട്ടിലാരൊക്കെയാണ്? അച്ഛനമ്മ, ചേട്ടൻ. ചേട്ടൻ ഇപ്പൊ ഇവിടെയല്ല, ചേട്ടൻ ചെന്നൈയില. ധനഞ്ജയ് ഇപ്പൊ ഏത് ക്ലാസ്സിലായി? ഞാൻ 9th-ലായോ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? നല്ലവണ്ണം പഠിക്കും. എന്ത് സ്ട്രോങ് ആൻഡ് കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്, നല്ലവണ്ണം പഠിക്കും. അങ്ങനെ വേണം കുട്ടികൾ പറയാൻ, അല്ലേ? അപ്പോ നമുക്ക് ആരംഭിച്ചാലോ ഇനി? അതൊക്കെ പോട്ടെ, അശ്വമേധം കാണാറുണ്ടോ മോൻ? അശ്വമേധം കളിക്കാൻ ഇഷ്ടമാണോ? കളിക്കാറുണ്ടോ കൂട്ടുകാരോടൊക്കെ? ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ നടക്കാറില്ല. ആണോ? നമുക്കൊന്ന് കളിച്ചു നോക്കാം. റെഡി? ഓൾ ദി ബെസ്റ്റ്. കോൺഫിഡന്റ് ആണല്ലോ? ശരി. എന്റെ പ്രിയപ്പെട്ട ആകാശമേ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും മനോഹരമായ സത്യം ബാല്യമാണ്. ആ കുട്ടികളുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ നിന്നറിയാതെ ഉണരുന്ന ഊർജപ്രവാഹം നിന്റെ കുതികാലുകൾ പോലെയാണ്. ധനഞ്ജയിനോടൊപ്പം ഞാൻ ആരംഭിക്കുന്നു എന്റെ ആദ്യത്തെ ചോദ്യം. ധനഞ്ജയ് വിചാരിച്ചത് ഒരു പുരുഷനെയാണോ? ജീവിച്ചിരിപ്പുണ്ടോ? 50 വയസ്സായോ? 50 വയസ്സായില്ല. സ്പോർട്സ്? ഇന്ത്യൻ? അല്ല. ക്രിക്കറ്റ്? ക്രിക്കറ്റ് അല്ല. പന്ത് ഉപയോഗിച്ചുള്ള ഒരു കളിയാണ്? ഫുട്ബോൾ? ഒൻപതാമത്തെ ചോദ്യം, വലിയ പന്താണോ? ആണ്. അപ്പൊ ടെന്നീസ് ഒന്നും അല്ല, ഫുട്ബോൾ അല്ല, വലിയ പന്താണ്. ബാസ്കറ്റ്ബോൾ? ഇപ്പോഴും കളിക്കുന്നുണ്ടോ? ഇല്ല.
അയാളുടെ പേര് ആരംഭിക്കുന്നത് എം എന്ന അക്ഷരത്തിലല്ലേ? അല്ല. എം എന്ന അക്ഷരത്തിലല്ലേ? അല്ല. അല്ലേ? അപ്പൊ മൈക്കൽ ജോർദാനും അല്ല, മാജിക് ജോൺസണും അല്ല. അല്ല. 50 വയസ്സായില്ല. ഡ്രീം ടീമിൽ ഉണ്ടായിരുന്നു, അമേരിക്കൻ NBA ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. Question number 14. Is he one of the richest persons in the world by the source of money generated by the game? Maybe. ലോകത്തില് ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന ആദ്യത്തെ 10 പേരിൽ ഒരാളായി, ഗെയിമിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്ന 10 പേരിൽ ഒരാളാണോ അയാൾ സ്പോർട്സ്മാൻമാരിൽ? I don't think so. Maybe. Yes. Yes. Question number 15. ധനഞ്ജയന് എന്തു തോന്നുന്നു? അങ്കിൾ ഉത്തരം പറയോ ഇല്ലേ? പറയൂ. എന്തായാലും മാജിക് ജോൺസണോ മൈക്കൽ ജോർദാനോ അല്ല. അയാളുടെ പേര് ആരംഭിക്കുന്നത് സിയിലാണോ? അല്ല. സിയിലും അല്ല ആരംഭിക്കുന്നത്, എമ്മിലും അല്ല. കെയിലാണോ പേര് ആരംഭിക്കുന്നത്? മാജിക് ജോൺസൺ അല്ല, മൈക്കൽ ജോർദാൻ അല്ല, ചാൾസ് ശ്രീനിയും അല്ല, പക്ഷെ കെയിലാണ് പേര് ആരംഭിക്കുന്നത്. ഇനി എനിക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ പറ്റൂ. ഒരൊറ്റ ചോദ്യം. ഇതൊരു ബ്രെയിൻ ഗെയിം അല്ലേ മോനെ? അല്ലേ? അല്ല, അത് ചോദ്യമല്ല. ഇത് അശ്വമേധം ഒരു ബ്രെയിൻ ഗെയിം അല്ലേ? അദ്ദേഹത്തിനും ബ്രെയിനിനും തമ്മിൽ എവിടെയെങ്കിലും ഒരു ദൂരെ കൂടി സാമ്യമുണ്ടോ മോനെ? അപ്പൊ നമുക്ക് ഉത്തരം പറയാൻ വരട്ടെ. കാര്യങ്ങൾ പറയും. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ് ആരാ? സിനിമയിലോ? എനിക്ക് മലയാളം അഭിനയിച്ച് ഇതുള്ളൂ, പക്ഷെ എനിക്ക് ഇംഗ്ലീഷിലാണ് കുറച്ച് ഇഷ്ടം. ഇതിനിടയിൽ പ്രൊഫഷണലിസം പഠിച്ചു നന്നായിട്ടല്ലേ ഒരാളിന്റെ പേരായി പറയണ്ട എന്നുള്ളത് മനസ്സിലാക്കി. കൊച്ചുമിടുക്കനാണ്. ഇതാവുമ്പോ ഹോളിവുഡ് ആവുമ്പോ ഒരാളിന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, ആരും ഒന്നും പരാതി പറയില്ലല്ലോ അല്ലേ? എന്തൊക്കെ കളിക്കാറുണ്ട്? ബാസ്കറ്റ്ബോൾ ആണ് കളിക്കുന്നത്. കേരളത്തിലെ ധനഞ്ജയെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ധനഞ്ജയ്ക്ക് എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? നല്ലപോലെ പഠിക്കുക, നല്ലപോലെ കളിക്കുക, നല്ലപോലെ ചിരിക്കുക. ഒരു ജീവിതമേ ഉള്ളൂ, ആഘോഷിച്ച് ജീവിക്കുക. പക്ഷെ ഞാൻ ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ ധനഞ്ജയ് ഒരു കണ്ടീഷൻ, എനിക്കൊരു സമ്മാനം തരും. എന്താണ്? ഒരു ഉമ്മ തരും. ധനഞ്ജയ് വിചാരിച്ച വ്യക്തി കളിക്കളത്തിലൂടെ വരുമാനമുണ്ടാക്കുന്ന കളിക്കാരുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനങ്ങളിൽ ഒന്നിൽ ഇടം പിടിച്ച ലോകപ്രശസ്ത ബാസ്കറ്റ്ബോൾ താരമായ ഒരു പക്ഷേ മാജിക് ജോൺസണും മൈക്കൽ ജോർദാനും ശേഷം ഏറ്റവും കൂടുതൽ ലൈംലൈറ്റ്, ഏറ്റവും കൂടുതൽ പ്രശസ്തിയിലേക്ക് ഉയർന്ന, അവരെക്കാൾ കൂടുതൽ കളിക്കളത്തിലൂടെ വരുമാനം നേടിയ ബാസ്കറ്റ്ബോൾ താരമാണ് കോബെ ബ്രയന്റ്. കോബെ ബ്രയന്റ് 1978 ഓഗസ്റ്റ് 27 ജനിച്ച അമേരിക്കൻ ബാസ്കറ്റ്ബോൾ കളിക്കാരൻ. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച സ്കൂൾ ബാസ്കറ്റ് പ്ലെയർ എന്ന ഖ്യാതി നേടി. സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ ലോസ് ഏഞ്ചൽസ് ലേക്കേഴ്സിന് വേണ്ടി കളിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 2008 ബീജിംഗിലും 2012 ലണ്ടനിലുമായി നടന്ന സമ്മർ ഒളിമ്പിക്സിൽ അമേരിക്കൻ ദേശീയ ടീമിനെ പ്രതിനിധീകരിച്ച് സ്വർണം നേടി. കോബെ ബ്രയന്റിനെയാണ് ഇഷ്ടം ഏറ്റവും കൂടുതൽ. Because Jordan is called Air Jordan. Kobe Bryant is a sprinter Bryant. അല്ലേ? കോബെ ബ്രയന്റ്
കളിക്കളത്തിൽ കോബെ ബ്രയന്റ് ഓടുന്ന ദൂരവും ഓടുന്ന സമയവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സാധാരണഗതിയിലുള്ള അന്തർദേശീയ ഗെയിമുകളിലെ 100 മീറ്റർ ഓട്ടത്തിൽ ഓടുന്ന സാധാരണ ഓട്ടക്കാരുടെ സമയത്തിന്റെ വേഗതയേക്കാൾ കൂടുതലാണ് ബ്രയന്റ് കളിക്കളത്തിൽ ഓടിത്തീർക്കുന്ന ദൂരവും സമയവും തമ്മിലുള്ള ടാലി എന്നാണ് റിപ്പോർട്ട്. സ്പ്രിന്റർ ബ്രയന്റ്, കോബെ ബ്രയന്റ്. ഗ്രേറ്റ് സെലക്ഷൻ, ഗ്രേറ്റ് ഗസ്. ഈ ദിവസത്തില് ധനഞ്ജയ് അതിഥിയായി വന്നു. ധനഞ്ജയ് പോകുന്നതിന് മുമ്പ് പ്രേക്ഷകരോട് ധനഞ്ജയ് പറയും ധനഞ്ജയ് അഭിനയിച്ച ഒരു ചലച്ചിത്രത്തിലെ ധനഞ്ജയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്. ഇഷ്ടപ്പെട്ട ഡയലോഗ് ഒന്നും ഓർമ്മയില്ല. പാട്ട് പാടാം. പിന്നെന്താ? കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നര പൂങ്കുഴൽ പാട്ടു നീ, എന്നാലും എൻ കളി തോഴിനെ, മുത്തേ നിന്നെ മുത്തേ നിൽക്കും കാറ്റിനും അനുരാഗമോ. എന്താ എന്താ? അങ്ങനെയൊന്നുമില്ല. അവര് പറയുന്നു ഞാൻ സ്വാർത്ഥനാണെന്ന്. അല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ സ്വാർത്ഥനല്ല. ധനഞ്ജയ് പ്ലീസ്. അവർ ചോദിക്കുന്നു, പ്രേക്ഷകർ ചോദിക്കുന്നു ഒരു ഫ്ലൈറ്റ്. ധനഞ്ജയ്, ഇത് ധനഞ്ജയുടെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കൈവരിച്ച വലിയ വിജയങ്ങൾക്ക് ഞങ്ങളുടെ അശ്വപഹാരം. ഇത് യാഗം വിജയകരമായി പൂർത്തിയാക്കി യജ്ഞത്തിൽ കാലിടറി വീണെങ്കിലും യജ്ഞം വരെ എത്തിയ ധനഞ്ജയുടെ കുരുന്ന് പ്രതിഭയ്ക്കുള്ള മിർ റിയൽറ്റേഴ്സ് നൽകുന്ന പ്രത്യേക സമ്മാനം. ധനഞ്ജയ് വളരെ മനോഹരമായി ഈ മത്സരത്തിൽ പങ്കെടുത്തു. പക്ഷെ സത്യത്തിൽ എനിക്ക് പേടിയാണ് ധനഞ്ജയെ പോലുള്ളവരോട് മത്സരിക്കാൻ. കാരണം ഇവരുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ മറന്നുപോകും. എന്നാണ് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ബാല്യങ്ങൾ ഇനി തിരിച്ചു കിട്ടുക എന്നോർത്ത് വല്ലാതെ വിഷമം തോന്നുകയും ചെയ്യും. ബാല്യം അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഹലോ യൂട്യൂബ്, മൈ നെയിം ഈസ് ലക്ഷ്മി മേനോൻ. വെൽക്കം ടു മൈ ചാനൽ. സോ FBയിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ ടൂർ. Samagra Sambhavana Award 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.